ഹായ്, ഞാൻ ഇന്ന് പോകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക്. അവിടെ ഒരു വിശേഷപ്പെട്ട ഒരു ഉത്സവം നടക്കുന്നതായിട്ട് അറിയപ്പെട്ടു. അപ്പോൾ എന്തായാലും ഭഗവാനെ ഒന്ന് കാണാം, ഉത്സവം കാണാം എന്ന പുതിയൊരു നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് നിറയെ തിരക്കാണെന്ന കരുതിയത്. പ്രതീക്ഷിച്ച പോലെ ഒരു തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ കൊളക്കടവിലേക്കാണ് പോയത്. കൊളക്കടവിലേക്ക് ചെന്നിട്ട് കാലൊക്കെ നേരെ കഴുകി ക്ഷേത്രത്തിനുള്ളിലെ കൗണ്ടറിലേക്ക് പോയി. അവിടെ നിന്ന് ഭഗവാൻ ഇഷ്ടമുള്ള തൃക്കൈവെണ്ണയും തിരുമധുരവും വാങ്ങി ഞാൻ കൗണ്ടറിലേക്ക് പോയി രസീതാക്കണേ. ആ ലൈനിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച കണ്ടത്. ഭഗവാനെ നേദിക്കാനുള്ള പായസമായിട്ട് തിരുമേനി ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നത്. ഈ നിവേദ്യം കഴിഞ്ഞാലേ നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞാനും രസീതാക്കി ആ ക്യൂവിനുള്ളിൽ ഭഗവാനെ നന്നായിട്ട് തൊഴുത് പ്രസാദവും വാങ്ങി പുറത്താണ് നമ്മൾ ഭഗവാന് സമർപ്പിച്ച വെണ്ണയും ത്രിമധുരവും എല്ലാം നമുക്ക് പ്രസാദമായി തിരികെ നൽകും. അവിടെ നിന്ന് നമ്മൾ നേരെ വന്നതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പള്ളിപ്പാന കണ്ടു തൊഴാൻ. പള്ളിപ്പാനയെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഈ വർഷം കേൾക്കുന്നത്. അപ്പോൾ അത് കണ്ടു തൊഴാതെ എന്താല്ലേ. അങ്ങനെ കണ്ടു തൊഴാൻ ഞാനും ഇങ്ങനെ പോകുന്നു. പള്ളിപ്പാന എന്ന് പറയുമ്പോൾ 12 വർഷം കൂടി നടക്കുന്ന ഒരു ഉത്സവമാണ്. നമ്മുടെ ഭഗവാന് കണ്ണുദോഷം, നാവദോഷം എന്നീ ദോഷങ്ങളെല്ലാം മാറ്റാൻ 12 വർഷം കൂടി നടക്കുന്ന ഒരു ഉത്സവമാണത്രേ. ഇത്രയും ഭംഗിയേറിയ നമ്മുടെ ഭഗവാനെ കണ്ടാൽ കണ്ണുവിടാത്ത ആരാ ഉള്ളതല്ലേ. അത് കാരണം നമ്മുടെ ഭഗവാന്റെ വിഗ്രഹത്തിന് തേജസ് കുറയത്രേ. അത് വീണ്ടെടുക്കാനുള്ള പൂജയും മന്ത്രാദികളും ഒക്കെയാണ് ഈ ഉത്സവത്തിൽ നടക്കുന്നത്. ഇത് വന്ന് കണ്ടു തൊഴുന്ന നമ്മളുടെ കണ്ണുദോഷം, നാവദോഷം, ദൃഷ്ടിദോഷം എന്നിവയെല്ലാം ഭഗവാന്റെ കണ്ണുദോഷം മാറുന്നതോടെ തന്നെ അങ്ങനെ കണ്ണുദോഷം നാവദോഷം ഒക്കെ മാറ്റി ഞാനും ഇറങ്ങി അമ്പലത്തിന് പുറത്തേക്ക്. ആൾത്തറ വന്നിരുന്ന് നമ്മുടെ ഭഗവാനെ നേദിച്ച വെണ്ണയും പഴവും ഞാനും കഴിച്ചു. മനസ്സ് നിറയെ ഭഗവാനെ കണ്ടു തൊഴുത് എല്ലാ സന്തോഷങ്ങളും എല്ലാം ഭഗവാനോട് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകാം. എപ്പോഴും കുടുംബത്തോടെ വരുന്നതാണെങ്കിലും 2ാം തവണയാണ് ഞാൻ തനിയെ വരുന്നത്. കുടുംബത്തോടെ വരുന്നത് വേറെ ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ തനിയെ വരുന്നത് അതിലധികം എനിക്ക് സന്തോഷം തരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. തനിയെ സ്കൂട്ടറിൽ വരുമ്പോൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നാട്ടിലെ വിശേഷങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ കണ്ടും കേട്ടും ആക്ച്വലി വായി നോക്കി വീട്ടിൽ പോകുന്ന ഒരു സുഖം വേറെ ഒന്നും. നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാമല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്